ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ജോലി ഇൻബിൽട്ട് ആണ്, ഉറപ്പാണെന്നുള്ളത്. പക്ഷേ നാട്ടിൽ ഏത് കോഴ്സ് പഠിക്കാൻ പോലും പ്ലേസ്മെന്റ് അഷുറൻസ് ഗ്യാരണ്ടി നമ്മൾ കേൾക്കുന്നുണ്ട്, റിയാലിറ്റിയിൽ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും 3 വർഷം കഴിഞ്ഞാൽ 100% പ്ലേസ്മെന്റ് അവർ തരുന്നുണ്ട്. അത് ഏറ്റവും നല്ല ഹോസ്പിറ്റലുകളിലേക്കാണ് അവർ പ്ലേസ്മെന്റ് തരുന്നത്. ഒരു 2050 വരെ ഹെൽത്തിലേക്ക് അവിടെ എത്ര നേഴ്സുമാർ, എത്ര ആൾക്കാരെ വേണമെങ്കിലും ആവശ്യമായിട്ടുള്ളതാണ്. കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴും വിസയുടെ കാര്യങ്ങൾ, ടിക്കറ്റിന്റെ കാര്യങ്ങൾ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, പേരൻസ് അറിഞ്ഞിട്ടില്ല. മുഴുവൻ പേപ്പർ വർക്ക്സും എല്ലാം കോളേജ് തന്നെയാണ് ചെയ്തത്. തീർച്ചയായിട്ടും. അതുപോലെ പേരൻസ് ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഇപ്പോൾ എഡ്യൂഫെയറിൽ 1 ലക്ഷം രൂപ പ്ലസ് GST വേണം, പ്രോസസ്സിങ്ങിന് ഇപ്പം ഒരു 4-5 ലക്ഷം രൂപ വേണം. അപ്പം ഒരു മിനിമം ഒരു 6-6 ലക്ഷം രൂപ നമുക്ക് മൊത്തം ഒരു ചിലവ് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാം കൂടെ ജർമ്മനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പം ഒരു നോർമൽ പേരൻറ്റ് ചിന്തിക്കുമ്പോൾ അവർ അത്രയും പൈസ റേസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്, എന്നെ കൊണ്ട് ഇത് അഫോർഡബിൾ ആകുമെന്നല്ല. അപ്പം ബിനുചേട്ടനും തീർച്ചയായിട്ടും ഈ ഒരു കൺസേൺ ഉണ്ടായിട്ടുണ്ടാവില്ല, ആദ്യം എന്നെ കൊണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു ഫിനാൻഷ്യലി ഇത് എന്താ പറയുക, ഇത് ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്ന ഒരു പേരൻറ്റ് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അതായത് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളെല്ലാവരും വിദേശത്ത് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം തീർച്ചയായിട്ടും അവർ നമ്മൾ കാനഡ അതുപോലെ തന്നെ UK ഒക്കെ പോവുകയാണെങ്കിൽ ഇപ്പം 20 മുതൽ 30 ലക്ഷം രൂപ വരെ വേണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിതൊരു ചെറിയ പൈസയായിട്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു ചെറിയ പൈസയാണെങ്കിലും ആ സമയത്ത് എനിക്കും കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ എന്നാലും നമുക്ക് ഇവരുടെ ഒരു ഫ്യൂച്ചർ സെക്യൂർ ആകുമല്ലോ എന്നുള്ളൊരു ചിന്ത. പിന്നെ മാത്രമല്ല എല്ലാവരും വിദേശത്തേക്കാണ് പോകുന്നത്. നമ്മുടെ കുഞ്ഞിനും അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പം എങ്ങനെയെങ്കിലും ഇത് ചെറിയൊരു പൈസ ആകുന്നുള്ളൂ. അന്ന് 590 ആയുള്ളൂ, 6 ലക്ഷം എല്ലാം കൂടെ. അന്ന് കുറച്ചുകൂടെ ഫീസ് കുറവായിരുന്നു, 5 GST ഉൾപ്പെടെ 6 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ചിലവ് വന്നത്. അത് നമ്മൾ ഒന്നിച്ച് കൊടുക്കുകയല്ലോ, ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം A1 ചെറിയൊരു പൈസയാണെന്ന് ഉണ്ടായിരുന്നുള്ളൂ, 12,000 മറ്റുമായിരുന്നു GST. 15,000 ഇപ്പം അതെ. അപ്പം അങ്ങനെ കുറേശ്ശെ ആ പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. പിന്നെ വിസയ്ക്കാണ് ബാക്കി 3.5 ലക്ഷം രൂപയോളം ചിലവ് വന്നത്. അത് നമ്മൾ 2-3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അത് കൊടുത്തത്. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കഴിച്ചിലായി. മറ്റേതിപ്പം വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. വലിയൊരു ലോണൊക്കെ ആയി. അതായത് ഞാനിവിടെ പല കുട്ടികൾ ഇപ്പോൾ അഞ്ജുവിൻ്റെ ജോബി ചേട്ടനോട് സംസാരിക്കുമ്പോഴൊക്കെ അവരൊക്കെ ലോൺ എടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് കിട്ടില്ല, പക്ഷേ ഒരു പേഴ്സണൽ ലോണൊക്കെ എടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ പലരും അടച്ചു തീർത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊക്കെ നമുക്ക് പേരൻസ് ചിന്തിക്കുന്നുണ്ടാവും. അതായത് ഇവർക്ക് വേണ്ടി ഒരു ലോൺ എടുത്താൽ ഇപ്പോൾ പല കുട്ടികളും കോഴ്സിന് വേണ്ടി ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാത്ത സ്റ്റോറീസ് ആണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം അതൊക്കെ ടെക്നിക്കലി ശരിക്കും അടച്ചു തീർക്കാനൊക്കെ പോസിബിൾ ആണോ? അതായത് നമുക്ക് പിന്നെ ലോണ് ഇപ്പൊ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ജർമ്മനിലേക്ക് മാത്രം ഈ ഫീസ് അങ്ങോട്ട് കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് വിസ കാർഡിൽ 1 lakh രൂപ കിട്ടും. പിന്നെ 65 തൊട്ട് 75 വരെ ഫ്ലൈറ്റ് ടിക്കറ്റ്. ഈ 2 എണ്ണം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഞാനാണെങ്കിലും പേഴ്സണൽ ലോൺ പോയി പെട്ടെന്ന് എടുത്തിരുന്നു, ചെറിയൊരു എമൗണ്ട് എടുത്തിരുന്നു. അത് മോൾ അത് തീർക്കുകയും ചെയ്തു. 2 ലക്ഷം രൂപ ഞാൻ എടുത്തുള്ളൂ. അത് മോള് അത് പെട്ടെന്ന് അടച്ചു തീർത്തത്. എനിക്ക് തോന്നുന്നൊരു 30,000-40,000 ഒക്കെ അടച്ചു തീർക്കുന്നവരുണ്ടല്ലോ. മോൾ അങ്ങനെ പൈസ ഒന്നിച്ച് അടച്ചു തീർത്തത്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇല്ല. അതായത് അങ്ങനെ ഒരു എമൗണ്ട് അവള് നമുക്ക് എല്ലാ മാസം തീർച്ചയായിട്ടും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ജോബി ചേട്ടൻ ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂവിൽ, ഒരു വെബിനാറിൽ നമ്മളോട് പറഞ്ഞത്, ഇപ്പം നിങ്ങളുടെ കുട്ടി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എഡ്യൂഫെയറിലാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് പണയം വെച്ച് പോലും ലോൺ എടുക്കാവുന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ശരിക്കും റിയലിസ്റ്റിക്കലി ഒരു പേരന്റ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചിന്തിക്കണം. കാരണം കുഞ്ഞുങ്ങൾക്ക് കുറഞ്ഞൊരു ലോണല്ലേ എടുക്കുന്നുള്ളൂ. അത് അവർക്ക് തന്നെ അടച്ചു തീർക്കാൻ പറ്റും. കാരണം ഒരു 50,000 40,000 ഒക്കെ അവർ ഒന്നിച്ച് അവർ അടച്ചോളൂ. അത് കാരണം നമുക്കിപ്പോൾ ഞാനിപ്പോൾ 2 ലക്ഷം രൂപയാണ് ലോൺ എടുത്തതെങ്കിൽ എനിക്കൊരു 4,000 അല്ലെങ്കിൽ ഒരു 10 രൂപ അടച്ചാൽ മതി. പക്ഷേ ഇവർക്ക് അവിടെ പൈസ ഉള്ളത് കൊണ്ട് ഇവരൊരു 30,000-40,000 ഒക്കെ ഒന്നിച്ചടച്ച് അത് പെട്ടെന്ന് അവർ ക്ലോസ് ചെയ്യുന്നു. അതുകൊണ്ട് ബാങ്കുകാർ വീണ്ടും വിളിച്ചോണ്ടിരിക്കുക അടുത്ത ലോൺ തരാൻ. ഇവർക്ക് കൂടി എന്ത് വരുമാനമുണ്ട് അവർക്കറിയാം. ഇപ്പം എല്ലാവർക്കും അറിയാം, ജർമ്മനിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട് എന്നൊക്കെ അറിയാം. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ പ്ലേസ്മെന്റും അവർ തരുന്നുണ്ടല്ലോ. ബിരിച്ചേട്ടാ, ഈ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ജോലി ഇൻബിൽട്ട് ആണ്, ഉറപ്പാണെന്നുള്ളത്. പക്ഷേ നാട്ടിൽ ഏത് കോഴ്സ് പഠിക്കാൻ പോലും പ്ലേസ്മെന്റ് അഷുറൻസ് ഗ്യാരണ്ടി നമ്മൾ കേൾക്കുന്നുണ്ട്, റിയാലിറ്റിയിൽ കിട്ടുന്നില്ല. അപ്പോൾ പല പേരൻസിനും ഡൗട്ട് ഉണ്ടാവും, ഇത് ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും 3 വർഷം കഴിഞ്ഞാൽ 100% പ്ലേസ്മെന്റ് അവർ തരുന്നുണ്ട്. അത് ഏറ്റവും നല്ല ഹോസ്പിറ്റലുകളിലേക്കാണ് അവർ പ്ലേസ്മെന്റ് തരുന്നത്. ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടു, മോള് ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു തന്നിരുന്നു. 100% പ്ലേസ്മെന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2050 വരെ ഹെൽത്തിലേക്ക് അവിടെ എത്ര നേഴ്സുമാർ, എത്ര ആൾക്കാരെ വേണമെങ്കിലും അവിടെ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. ജോലി കിട്ടുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അല്ല, നമ്മളൊന്നും അറിയണ്ട. ഇപ്പം നിങ്ങളുടെ അവിടെ കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴും വിസയുടെ കാര്യങ്ങൾ, ടിക്കറ്റിന്റെ കാര്യങ്ങൾ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, പേരൻസ് അറിഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിലേക്കോ ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അതിന് പുറകെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓടണം. ഇത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. മുഴുവൻ പേപ്പർ വർക്ക്സും എല്ലാം
കോളേജ് തന്നെയാണ് ചെയ്തത്. അതെ. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ജർമ്മനി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും പഠിച്ചു കഴിഞ്ഞ പ്ലേസ്മെന്റ് അവർ തന്നെ അവരുടെ ഹോസ്പിറ്റലിലേക്ക് പ്ലേസ്മെന്റ് തരുന്നുണ്ട്. അപ്പോൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും ഒരു ഡൗട്ടും ഇല്ല, 100%. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതെ അതെ തീർച്ചയായും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുന്ന ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിച്ചത് സ്വന്തം ലൈഫിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ബിനുചേട്ടനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ലൈഫിലും ഈ വലിയ ബിനുചേട്ടൻ്റെ ലൈഫിലും ഫിയോണയുടെ ലൈഫിലും ഉണ്ടായതുപോലത്തെ വലിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകാനുള്ള അവസരം നിങ്ങളുടെ മുൻപിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ നമ്പർ 1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എഡ്യൂഫ്ലെയർ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാസ്സാക്കാനും ജർമ്മനിയിലേക്ക് പറഞ്ഞു വിടാനും തീർച്ചയായിട്ടും എഡ്യൂഫ്ലെയർ കേപ്പബിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എഡ്യൂഫ്ലെയറിൻ്റെ സ്ഥാപിതമായിട്ടുള്ള ലക്ഷ്യം അത് തന്നെയാണ്. അപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ഇവിടേക്ക് കടന്നു വരികയാണെങ്കിൽ ഫിയോണയുടെ ലൈഫിലുണ്ടായ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. അപ്പം പേരൻസിൻ്റെ ഏറ്റവും വലിയൊരു സംശയമാണ് കോഴിക്കോട് ജില്ലയുടെ പുറത്തുനിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കുട്ടികളുടെ സേഫ്റ്റി, അവർ നിൽക്കുന്ന സ്ഥലം, അവർക്ക് കിട്ടുന്ന ഫുഡ്, വൃത്തി, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പം അതിനും എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ട്. അപ്പം ബിനുചേട്ടൻ്റെ ഭാര്യ ഇവരുടെ വീട്ടിൽ തന്നെ ഗേൾസിനായിട്ടൊരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് ബോയ്സിനായിട്ടൊരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പേരൻസിന് നിങ്ങളുടെ കുട്ടികൾ എവിടെ നിൽക്കുമെന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ആശങ്കയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കുട്ടികളെ ഇങ്ങോട്ട് അയക്കാം. അവരുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ഭക്ഷണം തന്നെ കൊടുത്ത് അതേ സേഫ്റ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു കാരണവും നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് വിഘാതമായി നിൽക്കരുത്. ഉടനെ ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഏറ്റവും വലിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്ന ഒരു ജീവിതമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.